74-79 കാലഘട്ടത്തിലാണ് ഞാനിവിടെ വർക്ക് ചെയ്യുന്നത്. ഈ സ്കൂളിന്റെ ഉജ്ജ്വലമായൊരു കാലഘട്ടമായിരുന്നു. നമ്മുടെ രാജേന്ദ്രൻ സാറ്, അശോക് രാജവർമ്മ, CA അഗസ്റ്റി, ജോസഫ് ഇസ്കറിയ, AN ദാമോദരൻ, PV രാജപ്പൻ, അതുപോലെ റാഫിയ, PS എന്നക്കുട്ടി, PM എന്നക്കുട്ടി മുതലായ ആത്മാർത്ഥയുടെ നിറകുടങ്ങളായ അധ്യാപകർ വർക്ക് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്റെ പേര് MG തോമസ്. ഞാൻ എന്നെ ഈ തരത്തിലാണ് ഇവിടെ നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്തേണ്ടതെന്ന് എനിക്ക് ഒരു ചെറിയ സംശയമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സ്കൂളിലെ അധ്യാപകനോ ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയോ അല്ല. മറിച്ച് ഈ അധ്യാപകരോടും സ്കൂളിലെ വിദ്യാർത്ഥികളോടും ഒരുമിച്ച് പ്രവർത്തിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെ PTA പ്രസിഡന്റാണ് ഞാൻ. ഏതാണ്ട് 77 ഞാൻ ഇവിടുത്തെ ട്രാൻസ്ഫറായി പോയി. എനിക്ക് തോന്നുന്നത് 9 വർഷത്തോളം 8-9 വർഷത്തോളം ഞാൻ PTA പ്രസിഡന്റായിട്ട് ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്റെ പേര് മറിയമ്മ വർഗീസ്. ഇവിടെ ആദ്യം 1ാം ക്ലാസ് 60-ലാണ് ഞാനിവിടെ ആദ്യം സ്കൂളിൽ വരുന്നത്. മൂന്നാറിൽ നിന്ന് ട്രാൻസ്ഫറായി വരുന്നത്. 52 മൂന്നാറില് ഗവൺമെന്റ് സ്കൂൾ തുടങ്ങുന്ന സമയത്ത് എനിക്ക് അവിടെ കണ്ണന കമ്പനി മാനേജ്മെന്റിലാണ് 4 വർഷം ജോലി ചെയ്ത്. അതിനെ തുടർന്ന് ഗവൺമെന്റ് സ്കൂൾ പണിതു. എന്നാൽ ഞങ്ങളെ ഇങ്ങോട്ട് നിയമിച്ചു. അന്ന് 4 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേര് ഗവൺമെന്റ് സ്കൂളിലായി. അവിടെ അത് കഴിഞ്ഞ് പിന്നെ വിവാഹം കഴിഞ്ഞപ്പോഴേ വെള്ളത്തുവലിലേക്ക് മാറി. ഞാൻ വെള്ളത്തുവൽ ഗവൺമെന്റ് സ്കൂളിൽ താമസിച്ചു. അവിടെ അത് കഴിഞ്ഞാണ് കല്ലാറൂട്ടി ഗവൺമെന്റ് സ്കൂൾ ഉണ്ടായപ്പോൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ആക്കി. ബഹുമാന്യരായ സദസ്സിലിരിക്കുന്ന അധ്യാപക സുഹൃത്തുക്കളെ, ജ്യേഷ്ഠ സഹോദരങ്ങളെ, സദസ്സിലുള്ള പൂർവ്വ വിദ്യാർത്ഥികള്, അധ്യാപക സുഹൃത്തുക്കള്, മറ്റു സ്നേഹമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹ നമസ്കാരം. എൻ്റെ പേര് ഹാജി PA ഉമ്മറൂട്ടി സാർ എന്നാണ്. ഇപ്പോൾ അറിയപ്പെടുന്ന ഹാജി PA ഉമ്മറൂട്ടി എന്നാണ്. വെള്ളത്തൂവല്ലേ ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളെ ഞാൻ അങ്ങേയറ്റം പുകഴ്ത്തുകയാണ്. പഞ്ഞമല്ല, അറിഞ്ഞ ആളിൽ അറിയാണായാലും നവംബർ 11-ാം തീയതി അവർ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നു. ഇതതിന് പ്രാധാന്യമുണ്ടോ? നാഷണൽ വിദ്യാഭ്യാസ ദിവസമാണ്. ദേശീയ വിദ്യാഭ്യാസ ദിനം. അതായത് നമ്മുടെ സ്വതന്ത്രയുടെ ആദ്യ വിദ്യാഭ്യാസ അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണിന്ന്. അദ്ദേഹം പറഞ്ഞു, നാട്ടിലെ സമ്പത്ത് ബാങ്കുകളിലെ വിദ്യാലയങ്ങളാണെന്ന് പറഞ്ഞു. അത് പ്രവർത്തിക്കുകയും പ്രാവർത്തികമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ആ മൗലികാവകാശ വിദ്യാഭ്യാസത്തെ കുറിച്ച് തങ്ങളെ പറഞ്ഞ നേട്ടമാക്കാനാണ്. നന്ദി പ്രകാശിപ്പിക്കുന്നു. പഠിച്ചു, പഠിപ്പിച്ചു, ഹെഡ്മാസ്റ്ററായി. എനിക്കൊരു മകൻ ഡോക്ടർ അടിമാലി താലൂക്ക് അസിസ്റ്റന്റ് ഡോക്ടർ, ഇപ്പോൾ PG ചെയ്യുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. നമസ്കാരം. ഇനി ഇതിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ സംഘടനയുടെ പ്രിയപ്പെട്ട ഉപാധ്യക്ഷൻ ശ്രീ VG സോമൻ അവരെ ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ 2-3 മാസക്കാലമായി ഇതിനു വേണ്ടി ഈ നെറ്റ്വർക്ക് ചെയ്തുകൊണ്ട് തന്നെ വളരെ സമയം ചെലവഴിച്ചിട്ടുള്ള അദ്ദേഹത്തെ ഞാൻ ഇതിന്റെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. വളരെ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ആദ്യമായി തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന ഗുരുനാഥന്മാർക്കും അതേപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ പ്രണാമം അർപ്പിക്കുന്നു. 1960 മുതൽ 2011 വരെ ഇവിടെ പഠിച്ചിറങ്ങിയ കുട്ടികളെയും വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഗുരുനാഥക്കന്മാരെയും ഒരു കൂടി ഈ സ്കൂളിന്റെ തിരുമുറ്റത്ത് എത്തിക്കുക എന്നുള്ള വളരെ ശ്രമകരമായ ജോലി വിജയിച്ചു എന്നതിന്റെ തെളിവാണ് ഈ പങ്കാളിത്തം. 1974, 75, 76 കാലഘട്ടങ്ങളിലെ SSLC ബാച്ച് അവരുടെ ബാച്ച് സംഘങ്ങൾ കൂടി. അത് ശ്രീമതി ലിസി, ശ്രീമതി സരള എന്നിവരുടെ ലീഡർഷിപ്പില് ബാച്ച് സംഘങ്ങൾ കൂടി ഉണ്ടായി. ഈ ബാച്ച് സംഗമത്തിൽ അതിന്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു മഹാസംഗമം നടത്താനായിട്ട് തീരുമാനിച്ചത്. ഈ മഹാസംഗമം നടത്തുന്നതിന് വേണ്ടി ആദ്യമായിട്ട് ഞങ്ങൾ ഒരു സംഘം തന്നെ രജിസ്റ്റർ ഉണ്ടാക്കി. വെള്ളത്തുവൽ പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ.
ഈ സംഘത്തിന്റെ കീഴിലായിരുന്നു ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും. അങ്ങനെ 7 നാളത്തെ പ്രവർത്തനം 7 ആൾക്കാരുടെ കഷ്ടപ്പാട്. ഒരു SSLC ബാച്ച് സംഗമം നടത്തുക എന്നുള്ളത് വളരെ നിസ്സാര കാര്യം, ഒരു എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ 1960 മുതൽ 2011 വരെയുള്ള കാലഘട്ടം, ഏതാണ്ട് 51 വർഷത്തെ ഇടവേള, ആ 51 വർഷം ഇവിടെ പഠിപ്പിച്ച അല്ലെങ്കിൽ പഠിച്ചിറങ്ങിയ ഇവരെ എല്ലാവരും കൂടെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അതിനുവേണ്ടി ഞങ്ങൾ അഹോരാത്രം പണിയെടുത്തു. അഹോരാത്രം വെച്ച് കഴിഞ്ഞാൽ ഈ സംഘടനകൾ രജിസ്ട്രേഷന് ശേഷം അതിന് മെമ്പർഷിപ്പ് ചേർക്കാൻ ഞങ്ങൾ വീടാന്തരം കയറി ഇറങ്ങി. അതില് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളായ പലരും, എന്നപ്പോ ഒരു 10-70 വയസ്സുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട അപ്പച്ചനെ പോലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വീടാന്തരം കയറി ഇറങ്ങി മെമ്പർഷിപ്പ് എടുപ്പിക്കാനായിട്ട്. അങ്ങനെ അവരിൽ നിന്ന് കിട്ടിയ അതിന് മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ ആവേശമാണ് ഞങ്ങൾക്ക് ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകാനുള്ള കരുത്ത് കിട്ടിയത്. ആ കരുത്തിന്റെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പരിപാടി സംഘടിപ്പിച്ചത്. ഒന്നും കൂടുതൽ പറയുന്നില്ല, സമയം വളരെ വൈകിയതുകൊണ്ട് ഒരു വായനയുടെ പറഞ്ഞു. അന്നേരം നമ്മുടെ ഈ പൂർവ്വ വിദ്യാർത്ഥികളെ നമ്മളെ ഒരു വട്ടം കൂടി ഇവിടെ കൂട്ടി എല്ലാം മറന്ന് സൗഹൃദമായിട്ട് സന്തോഷിക്കാനായിട്ടും ആഹ്ലാദിക്കാനായിട്ടും പഴയ സഹപാഠികളുമായിട്ട് ഒന്നിച്ചു ചേരാനും, അതുപോലെ തന്നെ നമ്മളെ പഠിപ്പിച്ച ഗുരുനാഥക്കന്മാരുടെ കരസ്പർശനം ഒന്ന് ഏൽക്കുവാൻ, സഹപാഠികളുടെ തൂവൽ സ്പർശനം ഒന്ന് ഏൽക്കുവാൻ, നമ്മുടെ ഈ വെള്ളത്തൂവൽ സ്നേഹത്തൂവൽ നിങ്ങൾക്ക് അത് കഴിയുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ കടമയിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഈ യോഗത്തിൽ നിന്ന് അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ PS സെബാസ്റ്റ്യൻ അവറുകൾ. ഞങ്ങളെല്ലാം അപ്പൻ എന്ന് വിളിക്കുന്നു. 1960 സ്റ്റുഡന്റ് ആണ് അദ്ദേഹം ഈ സംഘടനയുടെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ ഊർജ്ജസ്വലമായ പ്രവർത്തനത്തിന്റെ ഫലമാണിത്. അദ്ദേഹത്തിനെ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ സംഗമം, മഹാസംഗമം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ SRK, ബഹുമാനപ്പെട്ട SRK കരുണാകരൻ സാർ. അദ്ദേഹത്തെ നമ്മുടെ ഈ സംഘം ഉദ്ഘാടനം ചെയ്യണമെന്ന് നമ്മൾ സാറിവിടെ എത്തണോ എന്ന് പറഞ്ഞപ്പോൾ ശരി, ഞാനിവിടെ കൃത്യസമയത്ത് എത്തിക്കൊള്ളാം, അല്ലെങ്കിൽ തലേ ദിവസം തന്നെ എത്തിക്കൊള്ളാം എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പ്രായത്തെ മറന്നുകൊണ്ട് ഊർജ്ജസ്വലനായിട്ട് വളരെ സന്തോഷത്തോടുകൂടി വളരെ സ്നേഹത്തോടുകൂടി ഞങ്ങൾ പറഞ്ഞ കാര്യം ഏറ്റെടുക്കുകയും ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തുകയും ചെയ്യുന്നത്. അദ്ദേഹത്തെ സ്നേഹബഹുമാനത്തോടെ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ ആശംസകൾ പറയാൻ എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിൻസിപ്പൽ, നമ്മുടെ ഹൈസ്കൂളിലെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട രാജു സാർ, അദ്ദേഹം നമുക്ക് നമ്മുടെ ഈ ഞങ്ങളുടെ സംഘടനക്കെല്ലാം ചേർന്ന് കാര്യങ്ങളൊക്കെ നടത്തിയപ്പോൾ ഇതിന്റെ എല്ലാ ഡയറക്ഷനും അത് എന്തെങ്കിലും പോരായ്മകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു തരികയും ഞങ്ങളെ ഒരു ശരിയായ ദിശയിലേക്ക് നയിക്കാനും അദ്ദേഹം പ്രാപ്തനായിരുന്നു. അത് ഞങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെയൊക്കെ ഗൈഡൻസ് കിട്ടിയതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് ഞങ്ങൾക്ക് കാര്യങ്ങൾ നടത്താൻ സാധിച്ചത്. അദ്ദേഹത്തിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ അർപ്പിക്കാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ നീരാൻ കുഞ്ഞവറുകളാണ്. അദ്ദേഹം നമ്മുടെ സംഘത്തിന്റെ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ഒരു കാരണവശാലും മറക്കാൻ പറ്റില്ല. എല്ലാവരും പങ്കെടുപ്പിക്കുന്നതിന്, എല്ലാവരും കോർത്തു നിൽക്കുന്നതിന് വേണ്ടി വളരെയധികം പരിശ്രമിച്ചു. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ഗുരുക്കന്മാർ, അവരെ എങ്ങനെ സ്വാഗതം ചെയ്യണം എന്നറിയത്തില്ല. കാരണം ഈ സ്വാഗതം ചെയ്യുക എന്നത് തന്നെ പഠിപ്പിച്ചത് എന്റെ ഗുരുനാഥന്മാരാണ്. എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം, മറ്റുള്ളവരോട് എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് പഠിപ്പിച്ച ആ ഗുരുനാഥന്മാരെ, നമ്മുടെ വേദിയിലിരിക്കുന്ന എത്രയും ബഹുമാനപ്പെട്ട ഗുരുനാഥന്മാരെ വളരെ ബഹുമാനത്തോടുകൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. അതേപോലെ ഒരു കാര്യം വിട്ടുപോയി, വളരെ ദൂരേന്ന് എത്തിയ ആൾക്കാരുണ്ട് ഇവിടെ. വളരെ ദൂരേന്ന് വെച്ചാൽ ബാംഗ്ലൂര് എന്ന് പറയാം, അത്രയും ദൂരം ഇന്നലെ തന്നെ എത്തിയ ആൾക്കാരുണ്ട്. കുടുംബാംഗങ്ങൾ ഞങ്ങൾ ഫോണിൽ കൂടി വിളിച്ചോളൂ. ഫോണിൽ കൂടി വിളിച്ചപ്പം തന്നെ ഞങ്ങൾ കുടുംബസമേതം എത്തും അതിലെന്ന് പറഞ്ഞ് ഇവിടെ വളരെ ദൂരെ കഷ്ടപ്പാടുകൾ സഹിച്ച് എത്തിയ പൂർവ്വ വിദ്യാർത്ഥികളോട് എങ്ങനെ നന്ദി പറയണം. വളരെ കഷ്ടപ്പാടുകളൊക്കെ
സഹിച്ചപ്പോൾ ചിലര് നടക്കാൻ പറ്റാഞ്ഞിട്ട് വണ്ടിയിൽ വന്നിറങ്ങിയിട്ടുണ്ട്. അവരോടൊക്കെ ഈ പങ്കെടുക്കാനെത്തിയ ഇവരോട് എങ്ങനെ സ്വാഗതം പറയണം, ഏത് രൂപത്തിൽ നന്ദി പറയണം അറിയത്തില്ല. എങ്ങനെയാണെങ്കിലും അവർക്കെല്ലാം ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ നന്ദിയുള്ളൂ. അതുപോലെ തന്നെ അവരെ കൃതജ്ഞപൂർവ്വമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിക്കും. അധ്യക്ഷ പ്രസംഗമാണ്. അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ PS സെബാസ്റ്റ്യൻ അവരെ ക്ഷണിക്കുന്നു. ബഹുമാന്യരായ സ്നേഹ ആദരവുകളോടെ എൻ്റെ പ്രിയപ്പെട്ട ഗുരുക്കന്മാരെ, എൻ്റെ ഈ വേദിയിലുള്ള പൂർവ്വ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, പ്രിയമുള്ളവരെ, ഇതുപോലെ ഒരു വേദി ഒരുക്കുവാൻ ഭാഗ്യം കിട്ടിയത് ഒരു മഹാഭാഗ്യമായി ഞങ്ങൾ ഏവരും കരുതുകയാണ്. 60 മുതൽ പഠിച്ച വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഒരേ വേദിയിൽ എത്തിക്കുവാനുള്ള ഒരു ആശയം ഉണ്ടായത് പലപ്പോഴായി അവിടെയും ഇവിടെയുമൊക്കെ SSLC ഗ്രൂപ്പ് സംഘങ്ങൾ കൂടിയ കുറെ ആളുകളുടെ പ്രചോദനമാണ്. അവിടെ നിന്നും നമുക്ക് ഈ സ്കൂളിന്റെ ആരംഭകാലം മുതലുള്ള വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഒത്തുകൂടിക്കണമെന്നുള്ള ഒരു ചിന്ത വീണ്ടും എന്റെ സഹപ്രവർത്തകരെ ചോറും ശ്രീ സെബാസ്റ്റ്യൻ പെരുമായനും സത്യഭാവവും ഉൾപ്പെടെയുള്ള എന്റെ സഹപാഠികൾ പങ്കുവച്ചപ്പോൾ ഞാനും അവരോടൊപ്പം ഒത്തുചേർന്ന് ഈ ശ്രമത്തിന് ആരംഭം കുറിച്ചു. ഞങ്ങൾ ഞായറാഴ്ചകൾ കഴിഞ്ഞ 4 മാസമായി എല്ലാ ഞായറാഴ്ചകളിലും കൂടി ഈ പ്രദേശത്തുള്ള വിദ്യാർത്ഥികളെ, പൂർവ്വ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ഈ തരത്തിലൊരു സംഗമത്തിലേക്ക് എത്തിക്കുകയാണ് ഉണ്ടായത്. ശ്രമകരമായിരുന്നു ഞങ്ങളുടെ ശ്രമമെങ്കിൽ പോലും ഇപ്പോഴും ഇക്കാര്യം അറിയാത്ത പലരും ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം. കാരണം ആദ്യമായി ഇവിടെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരുടെയും അഡ്രസ്സുകൾ ഇവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് ഞങ്ങൾ പല വഴിക്കാണ്, പല രീതിയിലാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനും നമ്പർ എടുക്കാനും ഒക്കെ ശ്രമിച്ചത്. അങ്ങനെ ആ ശ്രമം പരിപൂർണമായി വിജയിച്ചു എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അതുകൊണ്ട് ഒത്തിരി ആളുകളെ ഇനിയും നമുക്ക് അറിയിക്കുവാനുണ്ട്. പക്ഷേ എങ്കിൽ പോലും അറിഞ്ഞ് ദൂരെ നിന്നെത്തിയ ഞങ്ങളുടെ ഒരു വിളി അതുപോലും ഇല്ലാതെ ദൂരെ നിന്നും ഇവിടെ എത്തിയ എന്റെ സഹപ്രവർത്തകരെ ഹൃദയം നിറഞ്ഞ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ സംരംഭം നമ്മുടെ ഈ നാട് വെള്ളത്തൂവൽ അത് ആദ്യകാലം മുതൽ പദ്ധതി പ്രദേശവും കുടിയേറ്റ പ്രദേശവുമാണ്. എല്ലാ ഇല്ലായ്മകളും ഉണ്ടായിരുന്ന പ്രദേശമാണ്. നമ്മുടെ ഒരു മുൻ തലമുറ ഈ നാട്ടിൽ അവരുടെ ജീവൻ യഥാർത്ഥത്തിൽ ഹോമം ചെയ്താണ് ഇങ്ങനെ ഒരു വിദ്യാലയം ഉൾപ്പെടെ ഈ നാട് തന്നെ രൂപപ്പെട്ടു വന്നത്. അവരുടെ മുമ്പിൽ നമ്മുടെ പ്രണാമം അർപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ നമ്മൾ ആദ്യകാല വെള്ളത്തൂവൽ എത്ര ഐശ്വര്യപൂർണമായിരുന്നു എന്ന് നമുക്കറിയാം, എത്ര സമ്പൽ സമൃദ്ധമായിരുന്നു എന്ന് നമുക്കറിയാം, എത്ര വലിയ സാംസ്കാരിക കേന്ദ്രമായിരുന്നു നമുക്കറിയാം. പക്ഷേ അവിടെ നിന്നും അല്പം പുറകോട്ട് പോയ ഒരു ലോകാവസ്ഥയിലായ വെള്ളത്തൂവലാണ് ഇത് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് ഈ വെള്ളത്തൂവലിനെ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമ്മളുടെ ഒരു കടമയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ കടമയിൽ നിങ്ങളും കൈകോർക്കുമെന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത്. നമുക്ക് വെള്ളത്തൂവലിനെ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. വെള്ളത്തൂവലിനെ പറ്റി ചിന്തിക്കുവാൻ ഒരവസരമാണ് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ നൽകിയിട്ടുള്ളത്. നമ്മൾ കൂട്ടായി ആ ചിന്ത ഏറ്റെടുക്കുകയാണ്. വെള്ളത്തൂവലും അതുപോലെ തന്നെ ഈ സ്കൂളും നമുക്ക് പുരോഗതിയിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. അതിനെല്ലാവരുടെയും സഹകരണം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പോൾ തന്നെ വളരെയധികം സമയം മുമ്പോട്ട് പോയി. നമ്മുടെ പ്രോഗ്രാമിന് വ്യത്യസ്തമായി കുറച്ച് സമയം പോയതുകൊണ്ട് നമുക്കിനി ബാച്ച് സംഗമങ്ങൾ ആണ് നമ്മൾ നടത്തുന്നത്. ബാച്ച് സംഗമം എന്ന് പറഞ്ഞാൽ SSLC ബാച്ചും അവരുടെ അധ്യാപകരും ഒക്കെ കൂടിയിരുന്ന് ഉച്ചവരെ ഭക്ഷണം കഴിക്കുന്നത് വരെയുള്ള സംഗമം. അതിനുശേഷം ഭക്ഷണം കഴിഞ്ഞാൽ വീണ്ടും ഈ HS ബാച്ച് സംഘവും SSLC ബാച്ചും കൂടിയിരുന്ന് സംഗമിക്കും. അപ്പോൾ അധ്യാപകരോട് ഏറ്റവും കൂടുതൽ ഇടപെടുവാനും
പരസ്പരം വിദ്യാർത്ഥികൾക്ക് ഇടപെടുവാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഓരോ വർഷത്തെയും 2-3 വർഷങ്ങളിൽ SSLC വളരെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അവിടെ ഇതിന് ശേഷം നമുക്ക് ഒരുമിച്ച് കൂടാം. ഓരോ കാലത്തെ വിദ്യാർത്ഥികൾ അവരുടെ അധ്യാപകരോടൊപ്പം ഒരുമിച്ചിരുന്ന് അവർക്ക് എല്ലാ ആനന്ദവും പങ്കുവയ്ക്കുവാൻ, അറിവും പങ്കുവയ്ക്കുവാനുള്ള അവസരമുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് ലഭിച്ച ഈ മഹാഭാഗ്യം നിങ്ങളും അത് പങ്കിടുന്നു എന്ന് എനിക്കറിയാം. ഇങ്ങനെ ഒരു അവസരം ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്കും ഈ ഒത്തുചേരലിന്റെ ആനന്ദമുണ്ട്, ഈ സ്നേഹത്തൂവലിന്റെ തലോടലുണ്ട്, വെള്ളത്തൂവലിന്റെ അഭിവാദ്യങ്ങളുണ്ട്. ഞാൻ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് ഇവിടെ പറയുന്നു. നന്ദി, നമസ്കാരം. വൈകിയെത്തിയ ആജിസ് ടീച്ചർ ഒരു നിമിഷം. ബഹുമാന്യരായ അധ്യാപകരെ, ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ഞങ്ങളുടെ അധ്യാപകർ ആദ്യത്തെ ബാച്ചിലെ ജയൻ സാറ്, അതുപോലെ മരിച്ചുപോയ ദേവസ്യ സാറ്. ജയൻ സാർ എത്തിയിട്ടില്ലെന്നാണ് പറയുന്നത്. എങ്കിലും ഞങ്ങളെയൊക്കെ ആദ്യത്തെ ബാച്ചിനെ രൂപപ്പെടുത്തി ഈ കലാലയത്തിന്റെ ഓരോ സമ്പത്തായി മാറ്റിയ ആ പ്രതിഭകളുടെ മുമ്പിൽ ആദ്യമായി ഞാൻ പ്രണാമം അർപ്പിക്കുകയാണ്. 50 വർഷത്തിന് ശേഷം വീണ്ടും ഇവിടെ വന്ന് ഈ സ്കൂളും ഇതിന്റെ പരിസരവും എല്ലാം മറന്ന് പോയവര് പലരും കാണും. എങ്കിൽ പോലും ഇതിലെ ഒഴുകുന്ന ഈ ചെറിയ നദി പൊന്മുടി പുഴയുടെ അനിയത്തിയാണ്. അതായത് ഭൂതേന അരുവി. അതിന് ഓളങ്ങൾക്ക് ഒരുപാട് കഥ പറയാനുണ്ട്. 50 വർഷത്തെ കഥ പറയാനുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, EB ദേവസ്യ സാറ് മരിച്ചുപോയി. അതുപോലെ എന്റെ പിതാവ് ഇവിടെ 7 വർഷം പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. മലയാളം പഠിപ്പിച്ചുകൊണ്ടിരുന്ന വർക്കേപ്പ് സാറിന്റെ 2ാമത്തെ മകളാണ് ഞാൻ. അപ്പൊ അപ്പച്ചന്റെ ആ സ്മരണയിൽ നിലനിർത്തുന്നതിന് ഈ യോഗത്തില് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഈ യോഗം ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ ഞങ്ങളുടെ കൂടെ ആദ്യത്തെ ബാച്ചിൽ പഠിപ്പിച്ച രമണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരിച്ചുപോയി. അപ്പൊ ഈ 3 പേരുടെയും ഓർമ്മയുടെ മുൻപില്, അല്ലെങ്കിൽ ഇവരുടെ സ്മരണയ്ക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും അവരുടെ സ്മരണയിൽ കണ്ണുനീർപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ട് എന്റെ പിതാവിനെ ഇവിടുത്തെ 64 ബാച്ചിലെ കുട്ടികൾ വന്ന് ബഹുമാനിച്ചു, ആദരിച്ചു. അങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങൾ അവരിൽ നിന്ന് കിട്ടി. എല്ലാ സംരംഭത്തിനും എന്റെ പിതാവിന്റെ സഹകരണം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകര്, പിന്നെ എന്റെ കൂടെ പഠിച്ച ഒരുപാട് വിദ്യാർത്ഥികള്, അവരെല്ലാം ഞാൻ സ്നേഹപൂർവ്വം ഓർക്കുന്നു. സമയത്തിന്റെ പരിമിതി കൊണ്ട് പല കാര്യങ്ങളും പറയാനുണ്ടെങ്കിലും ഇന്ന് പെൻഷനായി ഞാനിപ്പോ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പാവങ്ങളായ ആളുകൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. അതിന് എന്റെ പരിമിതിക്കനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളെയൊക്കെ അങ്ങനെയുള്ള രംഗത്തേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. എനിക്ക് ചെറിയൊരു അവസരമാണെങ്കിലും തന്നതിന് നന്ദി, നമസ്കാരം. അടുത്തതായി സമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ദീർഘകാലം കൂടെ സേവനമനുഷ്ഠിച്ച് നമ്മുടെ ആദരണീയനായ ശ്രീ SRK കുമരകം സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ 2 മിനിറ്റ് കൊണ്ട് തന്നെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നുള്ള ഒരു അറിയിപ്പോടുകൂടി ആദരപൂർവ്വം നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. നിങ്ങൾ ഏവരും വേദിയിൽ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ ആദരിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. സംപൂജ്യനായ അധ്യക്ഷൻ, സദസ്സിലിരിക്കുന്ന അഭിവന്ദ്യരായ അധ്യാപകരെ, ബഹുമാന്യരെ, കേൾവിക്കാരായിരിക്കുന്ന നാട്ടുകാരെ, അധ്യാപകരെ, ബഹുജനങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇവിടെ ഈ കർമ്മം നിർവഹിക്കേണ്ടത് ഞാനല്ല.
പിന്നെ എങ്ങനെയോ ഈ കർമ്മം ഞാൻ നിർവഹിക്കണമെന്ന് ഇതിന്റെ ഭാരവാഹികളെ നിർദ്ദേശിക്കുകയുണ്ടായി. അതിന്റെ പ്രചോദനം എന്തായിരിക്കുമെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം രണ്ടെണ്ണമാണ്. ഒന്ന്, ആദ്യം SLC തുടങ്ങിയ വർഷം ഇവിടെ അധ്യാപകൻ, തുടർന്ന് 12 പരം വർഷം കുടുംബസഹിതം ഇവിടെ താമസിച്ച് നിരവധി വിദ്യാർത്ഥികളെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ. ഈ നിലയിൽ നാടിനോടൊരു തീരാത്ത ബന്ധമുണ്ടെന്ന് ഇതിന്റെ ഭാരവാഹികൾ മനസ്സിലാക്കി കാണും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടായിരിക്കണം എന്നെക്കാൾ ബഹുമാന്യരായിട്ടുള്ള ആളുകളെല്ലാം കൂടെ ഇരിക്കുമ്പോൾ ഈ എന്നെ ഈ വിലയേറിയ കർമ്മം നിർവഹിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും എനിക്ക് നൽകിയ ഈ മാന്യമായ സ്ഥാനം, പ്രത്യേകിച്ച് ദൈവികമായ ഈ കർമ്മം എനിക്ക് നിർവഹിക്കുവാൻ സന്തോഷമുണ്ട്. ഇത് വെറും ഉദ്ഘാടനമല്ല, ദൈവികമായ ഒരു കർമ്മത്തിന്റെ ഉദ്ഘാടനമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ദീർഘമായ പ്രസംഗം ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും ഇന്നത്തെ സാഹചര്യം സമയമില്ലായ്മ കൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എങ്കിലും ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടുത്തെ പ്രസംഗങ്ങളിൽ നിന്നെല്ലാം തുടിച്ചു നിൽക്കുന്ന ഒരു വികാരം ഞാൻ മനസ്സിലാക്കുന്നത് ഗുരു ശിഷ്യ ബന്ധം. ഗുരുശിഷ്യ ബന്ധം എന്ന് പറയുന്നത് ചെറുതല്ല. മാതൃപിതൃ തുടങ്ങിയപ്പോൾ അതിന്റെ ഗുരുശിഷ്യ ബന്ധം എന്ന് പറയുന്നത് പിരിച്ചകത്താൻ വയ്യാത്ത ഒരു ബന്ധമാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടുത്തെ അധ്യാപകരുടെ പ്രസംഗങ്ങളിൽ നിന്നും അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ബന്ധത്തിന്റെ ഒരു ഒന്നിക്കലാണ് ഈ കാണുന്നത്. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഈ ബന്ധം എന്താണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തിക്കൊള്ളാം. നമ്മൾ ജനിക്കുമ്പോഴത്തേക്കും 2 പോരായ്മകളോടുകൂടിയാണ് ജനിക്കുന്നത്. വെളിച്ചം നമുക്ക് കിട്ടണം, അത് തരുന്നത് സൂര്യനാണ്. സൂര്യൻ നമുക്ക് വെളിച്ചം തരുന്നത് കൊണ്ട് നാം എല്ലാം കാണും. മറ്റൊന്ന്, നമ്മൾ അജ്ഞരായിട്ടാണ് ജനിക്കുന്നത്, ഒരറിവുമില്ല, നമ്മൾ പിറന്നു വീഴുന്നു. ഈ പിറന്നു വീഴുന്ന ആ രീതിയിൽ നാം വളർന്നാൽ നമ്മൾ വെറും മതയരായിട്ട് സമൂഹത്തിന് കൊള്ളാത്തായിട്ട് മാറും. അങ്ങനെയുള്ള ആളിനെ വെളിച്ചം കൊടുക്കണം. അങ്ങനെ ജന്മനാ വെളിച്ചം കൊടുക്കുന്ന ഒരാളുണ്ടെങ്കിൽ അതാണ് ഗുരു. ഗുരു എന്ന വാക്കിന്റെ അർത്ഥവും അത് തന്നെയാണ്. ഗു എന്ന് പറഞ്ഞാൽ ആ ഇരുട്ട് എന്നാണ്. ഗു ഇരുട്ട്. രു എന്ന് പറഞ്ഞാൽ ഇരുട്ടിനെ നീക്കുന്നത്. ഇരുട്ടിനെ നീക്കുന്നത് എന്നാണ് ഗുരു എന്ന്